Good morning. Next we can see who can demand performance. നമ്മൾ പഠിച്ചത് എന്താ? ഏതാ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നോക്കിയിട്ടുണ്ടായത്? ഹൂ മേ പെർഫോം ദി കോൺട്രാക്ട് എന്നാണ്. അപ്പോൾ ആരാ പെർഫോം ചെയ്യുന്നത്? ദ പ്രോമിസർ ഓർ ഇസ് ഏജൻറ്റ് ഓർ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓർ തേർഡ് പാർട്ടി. ഇനി ഹൂ ക്യാൻ ഡിമാൻഡ് പെർഫോമൻസ്. But naturally, it is only the promisee who can demand the performance of the promise. It makes no difference whether the promise is for the benefit of the promisee or for any other person. അതായത് പ്രോമിസിക്കായാലും വേണ്ടില്ല, വേറെ ആർക്കെങ്കിലും ആണെങ്കിലും വേണ്ടില്ല, ആർക്കേ ഈ പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് പറയുന്നത്, ഓൺലി ദി പ്രോമിസി. ഓക്കെ. So in certain cases, a third party can also enforce a promise under a contract even though he is not a party to the contract. ഇനി പ്രോമിസി മരിച്ചു പോയിട്ടുണ്ടെങ്കിലോ? In the case of death of the promisee, his legal representatives can demand performance. ഇവിടെ എല്ലായിടത്തിലും പ്രോമിസർ എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്, നിങ്ങൾ കറക്റ്റ് ചെയ്യുക കേട്ടോ. ഇനി when there are a number of promises, അതായത് several promises ഉണ്ട് വിചാരിക്കുക, all the promises are all the promisees are jointly entitled to demand the performance. ഓക്കെ, ഒന്നിൽ കൂടുതലധികം പ്രോമിസീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? ഏതെങ്കിലും ഒരു പ്രോമിസിക്ക് വേണമെങ്കിൽ ഡിമാൻഡ് ചെയ്യാം. when one promisee does his higher dies ആണ്, അവിടെയൊക്കെ തെറ്റുണ്ട്, കുറേ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് വരുന്നുണ്ട്. when one promisee dies, his heirs are entitled to demand performance along with the surviving promisees. അതായത് ഒരു പ്രോമിസി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഒരുമിച്ച് നിന്നുകൊണ്ട് കുറേ ജോയിൻറ്റ് പ്രോമിസീസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ഒരു പ്രോമിസി മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അയാളുടെ ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സിന് ബാക്കിയുള്ള പ്രോമിസീസിൻ്റെ കൂടെ നിന്നുകൊണ്ട് എന്താക്കാമെന്നാണ് പറയുന്നത്? they can demand performance of the contract. അപ്പോൾ ഹൂ മേ പെർഫോം എന്ന് പഠിച്ച്, അതേമാതിരി ഹൂ ക്യാൻ ഡിമാൻഡും പഠിച്ച്. നമ്മൾ നോക്കാൻ പോണത് ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ് ആണ്. അപ്പം കോൺട്രാക്റ്റ് പെർഫോം ചെയ്യേണ്ടത് എങ്ങനെയായിരിക്കണം എന്നാണ് പറഞ്ഞത്? ഏത് ടൈമിലാണോ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, അതേപോലെ ഏത് സ്ഥലത്ത് വെച്ചിട്ട് പ്ലേസിലാണോ പെർഫോം ചെയ്യാൻ പറഞ്ഞത്, അതേമാതിരി ദ മാനർ ഇൻ വിച്ച്, ഏത് രീതിയിലാണോ പെർഫോം ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്, ആ രീതിയിൽ പെർഫോം ചെയ്യണം എന്നാണ് എന്നുള്ളത് നമ്മൾ പഠിച്ചു. മനസ്സിലായല്ലോ? അപ്പം ഈ ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ് നോക്കാം. ഇറ്റ് ഈസ് ഫോർ ദ പാർട്ടീസ് ഓഫ് ദ കോൺട്രാക്ട് ടു ഡിറ്റർമിൻ ദ ടൈം ആൻഡ് പ്ലേസ് ഓഫ് ദി കോൺട്രാക്ട്. Ordinarily, a person who is bound to perform a contract must be ready to perform it at the time when he has undertaken to do the same. അപ്പോൾ എന്താണ് റൂൾസ് നോക്കാം. റൂൾസ് റിഗാർഡിംഗ് ടൈം ആൻഡ് പ്ലേസ് ഓഫ് പെർഫോമൻസ്. ഈ എല്ലാ റൂൾസും നിങ്ങൾ നോക്കി വെക്കുക കേട്ടോ. വേർ ടൈം ഇസ് നോട്ട് ഫിക്സ്ഡ്, അതായത് ഒരു കോൺട്രാക്റ്റിൽ ഇന്ന ഡേറ്റിനുള്ളിൽ ഇന്ന ടൈമിനുള്ളിൽ എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണ് റൂള്? According to section 46, where the contract is to be performed without any demand by the promisee and where no time for performance is fixed, then the contract must be performed within a reasonable time. Time fix ചെയ്തിട്ടില്ലെങ്കിൽ എന്താ പറയുന്നത്? It must be performed within a reasonable time. ഇനി what is reasonable time എന്ന് പറയുന്നത്? It depends upon the case. Okay. ഇനി ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിലോ? അക്കോർഡിംഗ് ടു സെക്ഷൻ 46 ഇതാ പറയുന്നത്, വെൻ പ്രോമിസ് ഇസ് ടു ബി പെർഫോംഡ് ഓൺ എ സർട്ടൻ ഡേ ആൻഡ് ദ പ്രോമിസർ ഹാസ് അണ്ടർടേക്കൺ ടു പെർഫോം ഇറ്റ് വിത്തൗട്ട് അപ്ലിക്കേഷൻ ബൈ ദി പ്രോമിസി. അതായത് പ്രോമിസി പറയാതെ തന്നെ അയാൾ ചെയ്യാം എന്നുള്ളൊരു കോൺട്രാക്റ്റ് ആണെങ്കിൽ, അതേമാതിരി ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എന്നാണ് പറയുന്നത്? പ്രോമിസർ മേ പെർഫോം ഇറ്റ് അറ്റ് എനി ടൈം ഡ്യൂറിങ് ദി യൂഷ്വൽ അവേഴ്സ് ഓഫ് ബിസിനസ് ഓൺ സച്ച് എ ഡേ. ഏത് ഡേ ആണോ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ ഡേ അതിൻ്റെ നോർമൽ ബിസിനസ് അവേഴ്സിൽ പെർഫോം ചെയ്യണം എന്നുള്ളതാണ്. ആൻഡ് അറ്റ് ദ പ്ലേസ് അറ്റ് വിച്ച് ദ പ്രോമിസ് ഓട്ട് ടു ബി പെർഫോംഡ്. ഓക്കെ. ഇനി ഇവിടെ സെക്ഷൻ 47 പറയുന്നത്, വെദർ പ്രോമിസർ ഹാസ് ടു പെർഫോം എ കോൺട്രാക്ട് ഓൺ എ ഡേറ്റ് ഫിക്സ്ഡ് വിത്തൗട്ട് എനി ഡിമാൻഡ് ബൈ ദി പ്രോമിസി, the promiser must perform it at the place mentioned during the usual hours of business.
അതേമാതിരി സ്ഥലം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ എവിടെയാണോ കമ്പനീൻ്റെ ഓഫീസാണോ എവിടെയാണെന്ന് വെച്ചാൽ യൂഷ്വൽ അവേഴ്സ് ഓഫ് ബിസിനസ് നടക്കുന്ന ഇടത്തിൽ വെച്ചിട്ട് പെർഫോം ചെയ്യാം. വേർ ദ കോൺട്രാക്ട് ഇറ്റ് സെൽഫ് ഫിക്സസ് ദ അവേഴ്സ് ഓഫ് പെർഫോമൻസ് ദ കോൺട്രാക്ട് മസ്റ്റ് ബി പെർഫോംഡ് അറ്റ് ഓർ ബിഫോർ ദ അവർ മെൻഷൻഡ്. 5 മണിക്ക് മുന്നേ ചെയ്യണം എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ഒരു ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട്, അവർ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ 5 മണിക്കോ അതിൻ്റെ മുമ്പോ ആയിട്ട് ചെയ്തിരിക്കണം. But where the hour is not mentioned, the contract must be performed during the usual hours of business. What is usual hours എന്ന് പറയുന്നത്? ഇറ്റ് ഇസ് എ ക്വസ്റ്റ്യൻ ഓഫ് ഫാക്ട്. അത് ഓരോ കേസിൽ ഓരോ പോലെ ആയിരിക്കും. ഇപ്പോൾ ബാങ്കിങ് കോൺട്രാക്റ്റ് ഒക്കെ ആണെങ്കിൽ എങ്ങനെയാണ് വരിക? ബാങ്കിൻ്റെ ടൈം എന്ന് പറയുന്നത് യൂഷ്വലി എങ്ങനെയായിരിക്കും? 10 to 5 ആണെങ്കിൽ ആ 5ൻ്റെ ഉള്ളിൽ. നേരെ മറിച്ച് സാധാരണ കടകളിലൊക്കെ ആണെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കോൺട്രാക്റ്റ് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അത് ചിലപ്പോൾ 10 മണിയാവാം രാത്രി, ചിലപ്പോൾ 8 മണിയാവാം. അപ്പോൾ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദി കേസ്. ഓക്കെ, ഇനി അപ്പം രണ്ടും പഠിച്ച് ടൈം ഫിക്സ് ചെയ്തിട്ടില്ലെങ്കിൽ റീസണബിൾ ടൈമിനുള്ളിൽ, വെർ ടൈം ഇസ് ഫിക്സ്ഡ് ദെൻ ഇറ്റ് ഷുഡ് ബി പെർഫോംഡ് ഡ്യൂറിങ് ദ അവേഴ്സ് ഓഫ് ദ ബിസിനസ് ഓൺ സച്ച് എ ഡേ. ഓക്കെ, ഇനി അക്കോർഡിംഗ് ടു സെക്ഷൻ 48, when a promise is to be performed on a certain day and the promisor has not undertaken to perform it without application by the promisee, it is the duty of the promisee to apply for the performance at proper place and within usual hours of business. ചില കോൺട്രാക്റ്റ് ഉണ്ടാവും പ്രോമിസി അപ്ലൈ ചെയ്തതിന് ശേഷം മാത്രം എന്താക്കിയാൽ മതി, പെർഫോം ചെയ്താൽ മതി എന്നുണ്ടാവും. ഇപ്പം വീട്ടിൽ എന്താ പറയുക, ഞാനൊരു എക്സാമ്പിൾ പറയുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. വീട്ടിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു സാധനം, ഇപ്പം നിങ്ങളെ എന്താ പറയുക, എന്തെങ്കിലും ഒരു പണി നടക്കുന്നുണ്ട് വിചാരിച്ചു വീട്ടിൽ, നിങ്ങൾ പറഞ്ഞിരിക്കുന്നത് എന്താ, ഞങ്ങളുള്ള സമയത്ത് മാത്രം എടുത്താൽ മതി. നിങ്ങളുള്ള സമയം എപ്പോഴാണെന്നുള്ളത് നിങ്ങൾ പറഞ്ഞു കൊടുത്താലേ പ്രോമിസർക്ക് അറിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? അപ്പം അതെന്ന് പറയുന്നത് നിങ്ങളെ റിക്വസ്റ്റിനനുസരിച്ച് അയാൾ മൂവ് ചെയ്യുള്ളൂ. അപ്പം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ടൈം ഫിക്സ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങളെ റിക്വസ്റ്റ് പ്രകാരമേ മൂവ് ചെയ്യുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ നിങ്ങൾ റിക്വസ്റ്റ് കിട്ടിയതിന് ശേഷം മാത്രം അയാൾ പെർഫോം ചെയ്താൽ മതി. ഓക്കെ, ഇനി പ്ലേസ് ഓഫ് പെർഫോമൻസ് നോക്കാം. ഇഫ് എ കോൺട്രാക്ട് മെൻഷൻസ് എ പ്ലേസ്, the contract must be performed at the place mentioned in the contract. If no place is mentioned, then the promisee has to fix, അല്ലെങ്കിൽ they have to fix a reasonable place to perform the contract. കൃത്യമായിട്ട് പറയാം, എൻ്റെ വീട്ടിൽ കൊണ്ടുതരണം എന്ന് നിങ്ങളവിടെ പ്ലേസ് സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രോമിസർ എന്ത് ചെയ്യണം, നിങ്ങളെ വീട്ടിൽ തന്നെ കൊണ്ടുതരണം. ഒരു കോൺട്രാക്റ്റ്, ഒരു സാധനം കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ കോൺട്രാക്റ്റ് ഉണ്ടാക്കി വീട്ടിലാണ് നിങ്ങൾ പ്ലേസ് പറഞ്ഞതെങ്കിൽ അങ്ങനെ. ഇനി അതില്ല, നിങ്ങൾ അങ്ങനെ ഒരു പ്ലേസ് പറയുന്നില്ല എന്ന് വെച്ചാൽ നിങ്ങൾ റീസണബിൾ പ്ലേസിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾ സൗകര്യപ്രദമായൊരു സ്ഥലം കണ്ടെത്താം. ഓക്കെ, ഇനി ദ പെർഫോമൻസ് ഓഫ് എനി പ്രോമിസ് may be made in any manner or at any time which the promiser prescribes or sanctions. അതാണ് ലാസ്റ്റ് റൂള് പറയുന്നത്. അപ്പോൾ എന്താണോ പ്രോമിസർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അല്ലെങ്കിൽ സാങ്ഷൻ ചെയ്യുന്നത് അതിനനുസരിച്ചിട്ടും എന്ത് നടക്കാം, പെർഫോമൻസ് ഓഫ് പ്രോമിസ്. ഓക്കെ.